നമുക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ദുആ ലഭിക്കുക എന്ന് പറയുന്നത് ഇത്രത്തോളം മഹത്വമുള്ള സംഭവമാണ്. നമ്മളെ ബഹുമാനിയായി കാണുന്ന, നമ്മളെ മഹത്വമുള്ളവനായി കാണുന്ന ഒരു സയ്യിദ് അല്ലെങ്കിൽ ഒരു ആലിം, ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ആള് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുണ്ട്. അയാളുടെ ദുആ ലഭിക്കുക എന്നുള്ളത് വലിയ പുണ്യമായിട്ട് കാണുന്നവരാണ് നമ്മൾ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പാരിതോഷികം കൊടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു സമീപനം കൊണ്ട് ഒരു സഹായം ചെയ്ത്, ഒരു ഖിദ്മത്ത് ചെയ്ത് അവിടെ നിന്ന് ദുആ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്ര ആരംഭമാണ്, എത്ര പൂതിയാണ്, എത്ര കൊതിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ദുആ ലഭിക്കുക എന്നുള്ളത് എത്ര കൊതിയാണ്. നമ്മുടെ ഇടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിലും വന്നോ എന്ന് വിചാരിക്കാറുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നബി തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തന്നാൽ നമുക്ക് എത്ര പോരിശയായിരിക്കും. നബി തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ കഴിയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, നല്ലറല്ലാഹു റഅൻ സമിഅ മഖാലതി, നല്ലറല്ലാഹു റഅൻ സമിഅ മഖാലതി. എന്നിൽ നിന്ന് എന്റെ വാക്കുകളൊക്കെ കേട്ട് മനസ്സിലാക്കിയ ആളുടെ മുഖത്തിനെ, അല്ലെങ്കിൽ ആൾക്ക് അല്ലാഹു തആല പ്രകാശം നൽകട്ടെ, അയാളുടെ ജീവിതം അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ. തിരുത്തങ്ങൾ ദുആ ചെയ്തുതരാണ്. അത് ആർക്കാണ്? അത് പറയുമ്പോൾ എന്നിൽ നിന്ന് കേട്ടവർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അത് സ്വഹാബ കിറാമായിരിക്കും. എന്നിൽ നിന്ന് കേട്ടവർ എന്ന് നേരിട്ട് കേൾക്കുന്നവരാരാണ്? സ്വഹാബികളാണ്. ഈ സ്വഹാബികൾക്ക് അല്ലാഹു തആല അവരുടെ ജീവിതത്തിനെ പ്രകാശമാക്കട്ടെ എന്ന് പറഞ്ഞ് നിമിത്തങ്ങൾ നിർത്തിയില്ല. നിമിത്തങ്ങൾ പിന്നെ പറയാം, ആ കേട്ട ആള് മനസ്സിലാക്കിയ ആൾക്ക് മാത്രമല്ല, അയാള് മനസ്സിലാക്കുകയും ചെയ്തു, മനസ്സിൽ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ ആ ഒരു കേട്ട സന്ദേശത്തിന് അയാൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. ആ കേട്ടതുപോലെ നിമിത്തങ്ങൾ എന്താണോ പറഞ്ഞത്, ആ സന്ദേശം, ആ ആശയം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തവന് അല്ലാഹു തആല അവന്റെ ജീവിതത്തിന് സന്തോഷം പകരട്ടെ, അല്ലെങ്കിൽ പ്രകാശപൂരിതമാകട്ടെ. നിമിത്തങ്ങൾ പറയും. എന്നിട്ട് നിർത്തിയില്ല ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിമിത്തങ്ങൾ പറയാം, നമ്മളെ പറ്റിയിട്ട് പറഞ്ഞു തരാണ്. ഇനി നമ്മളെ പറ്റിയിട്ടാ പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ പറ്റി, ഇതിന് ശേഷം വരുന്നവരെ പറ്റി. ആരാണത്? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഫറുബ്ബ മുബല്ലിഗിൻ ഔ ആമിൻ സാമിഇൻ. ചിലപ്പോ എന്നിൽ നിന്ന് കേട്ടവരെക്കാൾ മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ പറയും, ഫറുബ്ബ മുബല്ലിഗിൻ ഔ ആമിൻ സാമിഇൻ. എന്നിൽ നിന്ന് കേട്ടവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉഷാറായിട്ട്, ഭംഗിയായിട്ട് എത്തിച്ചു കൊടുക്കുന്നവരുണ്ടാകും. അവർക്കും അല്ലാഹു തആല ജീവിതത്തിൽ പ്രകാശം നൽകട്ടെ, സൗന്ദര്യം നൽകട്ടെ. അവർക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാര് റിപ്പോർട്ട് ചെയ്ത്? ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ചെറിയൊരു കുഞ്ഞു ഹദീസിൽ കാണാൻ കഴിയും, ബല്ലിഗു അന്നി വലൗ ആയ. എന്നിൽ നിന്ന് ഒരു സന്ദേശമെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളിങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി മൗലിദിന്റെ സദസ്സിലേക്ക് പിരിവെടുക്കാൻ, അല്ലെങ്കിൽ അതിന്റെ സന്ദേശം പകർന്നു നൽകാൻ, നബി തങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളിങ്ങനെ മൗലിദ് ചൊല്ലുന്നു, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇതിന് ആര് ദുആ ചെയ്തിട്ടുണ്ട്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കൊടുത്ത പണം അത് വെറുതെ ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തിട്ട് കൊടുത്ത പണമാണ്. നമ്മൾ ഒരുമിച്ച് കൂടൽ അത് റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരുമിച്ച് കൂടലാണ്. നമ്മൾ സംസാരിക്കുന്ന സംസാരം അത് റസൂലുള്ളാഹി തങ്ങളുടെ പ്രാർത്ഥന ലഭിച്ച സംസാരമാണ്. അല്ലാഹു തആല കബൂലാക്കി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഈ മജ്ലിസിൽ